ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് 5 മിനിറ്റ് പോലും ഇല്ലാതെ നല്ല കിടിലനായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള വെറും നമ്മളെ റേഷൻ കടയിലെ പച്ചരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 അപ്പാട്ട് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു 2 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് രാത്രി വേണമെന്നുണ്ടെങ്കിൽ രാത്രി നമുക്കിത് സോക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ടൈം ഇല്ലാത്ത സമയത്ത് 2 മണിക്കൂർ മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ഒരു പച്ചരിയൊക്കെ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂണോളം ചോറാട്ടോ. അപ്പോൾ അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു പീസ് സവാള ചേർക്കാം കേട്ടോ. വലുതൊന്നും ചേർക്കേണ്ടില്ല, ചെറിയൊരു പീസ് മാത്രം മതിയാവും കേട്ടോ. പാത്രത്തിൽ നമ്മൾ പച്ചരി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. തരിതരിപ്പൊന്നും ഇല്ലാത്ത രീതിക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതിനെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ ഈ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ചേർക്കേണ്ട, ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ദോശയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുന്നില്ല കേട്ടോ. അതായത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിലാക്കി വെക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കുറച്ച് അധികം അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ചേർക്കേണ്ടില്ല, കുറച്ച് മതിയാവട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അതുപോലെ തന്നെ മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് കൂടി തന്നെ പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ഈ പച്ചമുളകും സവാളയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കണം. ഒരു 10-20 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ച് വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കുക, അടച്ച് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് അടിഭാഗം മൊത്തമായിട്ടങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേറെ പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.